പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാഭവൻ നവാസിക്കയുടെ അവസാന നാളുകളിലുള്ള ഒരു ഫോട്ടോ തന്നെ ആയിട്ടാണ് എനിക്കും ഇതിനെ കാണുന്നത്. പലരും പറയുന്നുണ്ട്, പക്ഷേ മുഖം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലുള്ള ഫോട്ടോകളിലൊന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഞാനും. ഏ എന്തായാലും വളരെ സങ്കടം ഈ ഒരു ഫോട്ടോ കാണുമ്പോഴേ. 3 മക്കള്, വലിയ പ്രായമൊന്നും ആകാത്ത കുട്ടികൾ, പിന്നെ രഹനത്തിന് എല്ലാവർക്കും അറിയില്ലേ, ഈ കുടുംബത്തിനത് താങ്ങാനുള്ള കരുത്തൊക്കെ പടച്ചോൻ നൽകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. എന്തായാലും ഒരു കലാകുടുംബത്തിൽ നിന്നാണ് നവാസിക്കയുടെ മിമിക്രി അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പാനെ എല്ലാവർക്കും അറിയാലോ, ഒരു നാടക നടനായിരുന്നു അല്ലേ. വാത്സല്യം എന്ന സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ഗംഭീരമായ ഒരു ക്യാരക്ടറായിരുന്നു അല്ലേ. ആ ഒരു ഉപ്പനെ, നവാസ്ഖാൻ്റെ ഉപ്പനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു സിനിമയാണ് നമ്മളിലേക്ക് എത്തുക. അതുപോലെ തന്നെ നിയാസിക്ക മറിമായത്തിലൂടെയൊക്കെ ഇന്നും മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നവാസ്കയുടെ ജ്യേഷ്ഠനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തായാലും ഒരു കലാകുടുംബം തന്നെ ആയിരുന്നു. ഒരുപാട് വർഷക്കാലമായിട്ട് നവാസ്ക ഉണ്ടാക്കിയിട്ട ഒരു പേരുണ്ട്. കൊച്ചിൻ കലാഭവനിലൂടെയൊക്കെ വന്ന് അദ്ദേഹം 90കളിലൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഷോകളിലും അതോടൊപ്പം തന്നെ 95-ലാന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം സിനിമയിലെത്തിയത്. പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. പ്രത്യേകിച്ച് കലാഭവൻ മണിച്ചേട്ടൻ, ദിലീപേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടയം നസീർക്ക, ഇവരൊക്കെ ഒരുമിച്ചായിരുന്നു. നാദിർഷയ്ക്കൊക്കെ ഒരുമിച്ചായിരുന്നു. വലിയൊരു സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് നവാസ്ക്ക. അതിൽ യാതൊരു സംശയവുമില്ല. അതുല്യ പ്രതിഭ, എല്ലാ ടാലൻറ്റും കിട്ടിയിട്ടുള്ള വലിയൊരു കലാകാരൻ. കുറേ കാലത്തെ സിനിമയിലെ ഒരു ഗ്യാപ്പായിരുന്നു അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും സജീവമായിട്ട് അദ്ദേഹം സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ വിധി തട്ടിയെടുത്തത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്നലെ ചോറ്റാനിക്കര വെച്ചിട്ടായിരുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത്. വൃന്ദാവൻ എന്ന് പറഞ്ഞ ലോഡ്ജിൽ വെച്ചിട്ട് ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അവിടെ നവാസ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങളെല്ലാം അറിഞ്ഞ വാർത്തകളാണ്. ഏതായാലും വളരെ സങ്കടകരമായി പോയി എന്നറിയാം. എല്ലാ കലാമേഖലയിലുള്ള എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുകയും അല്ലേ, പ്രേക്ഷകരെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വിയോഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു അസുഖമോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തി ഇല്ലേ. അദ്ദേഹം വളരെ തൻ്റെ എന്താ പറയുക, ആരോഗ്യം തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. വളരെ ഭക്ഷണ കാര്യത്തിലൊക്കെ ആണെങ്കിലും എന്നൊക്കെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ദൈവം പെട്ടെന്ന് വിളിച്ചതിൽ നമുക്കും സങ്കടം. 51 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും മലയാളികൾക്ക് ഒരുപാട് വേദന സമ്മാനിച്ചു തന്നെയാണ് നവാസ്കയുടെ ഈ ഒരു മടക്കം. നമ്മളൊക്കെ ആ ഒരു ഷോക്ക് തന്നെയാണ്. ഏതായാലും നിങ്ങൾക്കൊക്കെ ഇനി എല്ലാവർക്കും നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഇനി ഉള്ളൂ. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. വലിയൊരു സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മളും നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. നവാസ്കക്കും ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്തും കൂടി പടച്ചോൻ നൽകട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്.